ഗൈസ്, മോളിവുഡ് ടൈംസ് നസ്ലൻ അഭിനവ് സുന്ദർ നായക് പടം. അഭിനവ് സുന്ദർ നായക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ ഗംഭീര പടം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ഈ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ ഇങ്ങേര് മാത്രം വേറൊരു വഴിക്ക് സഞ്ചരിച്ചുണ്ടാക്കിയ ഒരു സിനിമയാണ്. അത് പലവർക്കും ചോറിൽ കല്ലായിട്ടും എല്ലിൽ കുത്തലായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പേർക്ക് തോന്നിയിട്ടുള്ളൊരു സിനിമയാണ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. പുള്ളീൻ്റെ മെയിൻ ഒരു ഒരു ഘടകം എന്ന് പറയുകയാണെങ്കിൽ സ്പിറ്റിംഗ് ഔട്ട് ഫാക്ട്സ്. നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരു രീതിയിലും ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് ലോകം, ഇങ്ങനെയാണ് ആൾക്കാരെന്ന് വെട്ടി തുറന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു സംവിധായകൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ബേസിക്കലി പുള്ളി ഒരു എഡിറ്ററാണ്. ഗോദ പോലെയുള്ള ഗംഭീര പടങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള പുള്ളിയാണ്. അവിടെ വിനീത് ശ്രീനിവാസൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ആൻഡ് പുള്ളീൻ്റെ രണ്ടാമത്തെ പടം നസ്ലിനാണ് മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ പേരുണ്ട്. ജഗദീശനുണ്ട്, ഷറഫൊക്കെ ഉണ്ട്, ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, ഗോപിക രമേശ്, അങ്ങനെ നിരവധി കുറേ പേര്, ഇഷ്ടം പോലെ പേര്. പിന്നെ 2-3 ചെറിയ ചെറിയ ക്യാമിയോസും അങ്ങനെയൊക്കെ ഉള്ള ഒരു സിനിമ. അപ്പോൾ ബേസിക്കലി സിനിമ ഒരു ഫിലിം മേക്കിംഗ്, ഒരു എന്താ പറയുക, ഒരു ഹൊറർ പടം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിനീത് മാധവൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ കുട്ടി തൊട്ട് ഒരു 23-24 വയസ്സ് വരെയുള്ള ഒരാളുടെ ജീവിത കഥയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ കാണിച്ചു പോയിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പടത്തിലുള്ളത് പോലെ തന്നെ ഈ സിനിമയിൽ പുള്ളി കുറേ കാര്യങ്ങൾ അങ്ങ് തുറന്നടിച്ച് പറയുന്നുണ്ട്. മലയാളം ഇൻഡസ്ട്രീനെ കുറിച്ചും, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, പിന്നെ ഡയറക്ടറിനൊക്കെ ബാൻ കൊടുക്കുന്നത്, പുള്ളിക്ക് എന്താ പറയുക, ഒരു ഇൻഡിവിജ്വാലിറ്റി കിട്ടാത്തത്, ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് തലയാട്ടേണ്ടി വരുന്ന അവസരങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണിച്ചു. പിന്നെ അതിൻ്റെ ഇടയിലുള്ള തൊഴുത്തിക്കുത്തും, മറ്റേ പഴയ പടങ്ങളിലൊക്കെ ഉള്ള പോലെ കഥ അടിച്ച് മാറ്റൽ, സിനിമ അടിച്ചുകൊണ്ട് പോകൽ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ് ബേസിക്കലി മോളിവുഡ് ടൈംസ്. അപ്പോൾ അതിനെ ഈ വിനീത് മാധവൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റിയാണ് ത്രൂ ഔട്ട് ഫിലിം പോയിരിക്കുന്നത്. മെയിൻ പോസിറ്റീവ് ഘടകങ്ങൾ എന്ന് പറയാനാണെങ്കിൽ മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, വേറെന്താണ് അവരുടെ പ്രോസ്തെറ്റിക്സ് ആയിക്കോട്ടെ, ആർട്ടായിക്കോട്ടെ, എല്ലാം, സൗണ്ട് ഡിസൈൻ, ടെക്നിക്കലി പടം പൊളി. അല്ലെങ്കിൽ ഞാൻ പറയാമല്ലോ, പെർഫോമൻസ് ആയാലും ആക്ടേഴ്സ് ആയാലും എല്ലാവരും കൊടുത്ത ജോലി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒറ്റ ഒരു പ്രശ്നം മാത്രമേ ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നിയുള്ളൂ, ഡ്യൂറേഷൻ. ഈ സിനിമയുടെ ദൈർഘ്യമാണ് ഈ സിനിമേൻ്റെ വില്ലൻ. അത് ഒരു പോയിൻ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സമയം കുറേ ആയി, ഒരിടത്തൊന്നും എത്തുന്നുമില്ല. പിന്നെ എന്താ പറയുക, ഇവർ ഈ വിധി, ഡെസ്റ്റിനി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളിലിട്ട് ഇങ്ങനെ ചുറ്റി കറക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, മറ്റേ സംഭവം ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കാത്തടത്ത് ഒരു കാര്യം നടക്കുന്ന ആ സംഭവത്തിൻ്റെ വേദന, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മൾ ഒരു പോയിന്റിൽ വെച്ച് പടം ഇങ്ങനെയാവുമെന്ന് വിചാരിക്കുന്നിടത്ത് ഇങ്ങനെ ആവാത്ത രീതിയിലുള്ള ക്ലീശ ബ്രേക്കിംഗ് സീക്വൻസസ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ സിനിമേൻ്റെ 2.25 മണിക്കൂർ ദൈർഘ്യം, ഈ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ ഞാൻ കണ്ട സിനിമയാണ്. അപ്പോഴും അതിൻ്റെ ഒരു ഡ്യൂറേഷൻ നമ്മൾ ഒട്ടും അറിയുന്നില്ല. അത് പോകുന്ന ആ പടത്തിൻ്റെ ഒരു ഗ്രാഫ് തുടക്കം ഇങ്ങനെ പോവുകയാണ്, ഒരിടത്തും ഒരു ഡൗൺഫോളോ ഒന്നുമില്ല. സിനിമ അമ്മാതിരി എൻഗേജിങ് ആണ്. ഈ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഹൈ ആവും, പിന്നെ ലോ ആവും. ഇൻ്റർവെല്ലാണെങ്കിൽ എന്തോ ഒരു ഇൻ്റർവെല്ല്, സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ എന്തൊക്കെയൊക്കെയോ നടക്കുന്നു. സിനിമാറ്റോഗ്രാഫി വിശ്വസിച്ച് ഒടുക്കത്തിലാണ് ചെയ്തിട്ടുള്ളത്. മച്ചാൻ പൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആർട്ട്, ഈ സിനിമേൻ്റെ ആർട്ട് ടീം മൊത്തം അടിപൊളിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലം 80s 90s, പിന്നെ 2000 വരുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, VCR to DVD പ്ലെയർ, കാസറ്റ് ടു CD, പിന്നെ പഴയ എന്താ പറയുക ക്യാമറ, പുതിയ ക്യാമറ, അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ കാണിച്ചു പോയിരിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. അൽത്താഫ് സലീമൊക്കെ ഉണ്ട് കേട്ടോ സിനിമയിൽ. അപ്പോൾ പ്രോസ്തെറ്റിക്സ്, ആർട്ട്, ഇവരുടെ കോസ്റ്റ്യൂം മഷറംസയാന്ന് തോന്നുന്നു, അടിപൊളിയായിട്ട് നസ്ലിനെ ചെയ്തിട്ടുണ്ട്. റോണക് സേവിയറാണ് മേക്കപ്പ്. പിന്നെന്താ മ്യൂസിക്, ജെയ്ക്സ് ബി ജോയ്, നല്ല മ്യൂസിക്കായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ വെടിയും പുകയും കാര്യങ്ങളൊന്നുമല്ല, ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടതെന്ന് നൈസിൽ തന്നെ ചെയ്തു പോയിട്ടുണ്ട്. അങ്ങനത്തെ മ്യൂസിക്കും കാര്യങ്ങളും. പിന്നെ എന്താ പറയാനുള്ളത്, എഡിറ്റ് ചെയ്തിരിക്കുന്ന മറ്റേ നിതിൻ രാജ് ആരോളും അഭിനവ് സുന്ദർ നായകൻ തന്നെയാണ്. അപ്പോൾ പുള്ളീൻ്റെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ കുറച്ച് കാരിക്കേച്ചർ, ആനിമേറ്റഡ് ലെവൽ സംഭവങ്ങളൊക്കെ ഇതിലും പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു സിഗ്നേച്ചർ സാധനമാണ്. അത് കാണുമ്പോൾ നമുക്കൊരു രസം തോന്നും. ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളീൻ്റെ തന്നെ സംഭവങ്ങളായിട്ടുള്ള മറ്റേ മൈൻഡ് വോയിസിൽ സംസാരിക്കുക, എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ ഇങ്ങനെ സംസാരിക്കുക. പിന്നെ വേറെ ഒരുത്തൻ പൊങ്ങുന്നു കാണുമ്പോൾ അവരങ്ങനെയാണ്, ഇവനിങ്ങനെയാണെന്നൊക്കെ മറ്റേ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ കാണുന്ന പോലത്തെ ഒരു സംഭവം തന്നെ ഇവിടെയും നസ്ലിൻ്റെ ഒരു കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റി ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെ നൈസായിരുന്നു. പിന്നെ നമ്മുടെ ബാലേന്ദ്രൻ
ചുള്ളിക്കാട് സിനിമയിലുണ്ട്. പുള്ളിക്കാരൻ അത്യാവശ്യം അടിപൊളിയായിരുന്നു, ആ ഒരു ക്യാരക്ടറും. അതും ഞാൻ പറഞ്ഞില്ല, എല്ലാം തുടക്കത്തിലേ അടിപൊളിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴത്തേക്ക് ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ പിന്നെയും ചുറ്റിപ്പറ്റി ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്കും ബോറടിച്ചു പോയി. ടു ബി ഓണസ്റ്റ് ഭയങ്കര ബോറടിയായി പോയി. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ക്ലൈമാക്സൊക്കെ ആയപ്പോൾ എല്ലായിടത്തും ഓരോ ഹൈ മൊമെൻ്റ് വെച്ച് അവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചിരിക്കാനായാലും കൈയടിക്കാനായാലും ഒരു നിമിഷത്തേക്ക് കൈയടിക്കാനും ഇതുപോലുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ ത്രൂ ഔട്ട് ഫിലിം നോക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, ആ ഒരു വൗ ഫാക്ടർ ഇല്ല. അതാണ് പ്രശ്നമായി പോയത് ഈ സിനിമേൻ്റെ. അപ്പോൾ അതാണ് ഇപ്പോൾ നസ്ലൻ്റെ കാര്യം പറഞ്ഞത്. നസ്ലൻ കുറേയൊക്കെ മെച്ചപ്പെട്ടടേ. പുള്ളീൻ്റെ പഴയ ആ ഒരു കൊടുങ്ങല്ലൂർ സ്ലാങ്ങോ ആ ഒരേ രീതിയിലുള്ളൊരു സംസാരവും ഒരു ആക്ഷനും പരിപാടിയൊക്കെ ഉണ്ട്, അതൊന്നുമില്ല ഈ പടത്തിൽ. നസ്ലിനെ കാണാനേ പറ്റൂല. വിനീത് മാധവൻ എന്നുള്ള ഒരാളെയാണ് അവർ കാണിച്ചു പോയിരിക്കുന്നത്. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളീൻ്റെ സിനിമയായ മൂന്തലുണ്ടി ഞാനൊരു 10 വട്ടമെങ്കിലും കുറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ സിനിമ എനിക്കിനി ഒരു വട്ടം കൂടി കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടണേ. ഉറക്കം സത്യം പറഞ്ഞാൽ ഉറക്കം വരാത്തത് എന്തോ ഭാഗ്യം. നല്ല ഉറക്കം കിട്ടിയതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ല. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് കണ്ണടച്ച് പോയെന്നെ ചില സീക്വൻസിൽ. ഞാൻ അത്ര മോശമാക്കി പറയല്ല, ചിലർക്ക് സംഭവം കഥയും കഥാപാത്രങ്ങളും എല്ലാം അടിപൊളിയാണ്. സ്ക്രീൻ പ്ലേയിലോട്ട് വന്നപ്പോഴാണ് അവർ കുറേ കാര്യങ്ങൾ പറയാൻ നോക്കി. പക്ഷേ നമ്മൾ പറഞ്ഞു വരുമ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവസാനം നല്ലൊരു ടൈലൻ്റൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ബേണായി പടം പിടിക്കും, നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. പക്ഷേ ഒരുമാതിരി നമ്മൾ ഫുഡ് കിട്ടി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുമാതിരി വേവില്ല, ടേസ്റ്റില്ല, വയറ് നിറഞ്ഞു എന്നുള്ള പോലെ മാത്രമായി പോയി. അതാണ് സിനിമ, അതാണ് മോളിവുഡ് ടൈംസ്. എനിവേ നല്ലൊരു വർക്ക് തന്നെയായിരുന്നു. നസ്ലൻ്റെ ആയാലും അഭിനവ് സുന്ദർ നായകനായാലും പുള്ളി നസ്ലന് വേണ്ടി എഴുതിയ പടം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നല്ലോണം തന്നെ നസ്ലിൻ ചെയ്തിട്ടുണ്ട്. കൂടെ ഉള്ളവരെല്ലാവരും നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്. ഡ്യൂറേഷനാണ് ഈ സിനിമേൻ്റെ പ്രശ്നം. ഒരു 2.25 വേണ്ട, 2.20 ചവിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞേനെ കിടില പടോടെന്ന് ഞാൻ പറഞ്ഞേനെ. അമ്മാതിരി കുറേ കാര്യങ്ങളൊക്കെ അവർ കാണിച്ച് പോയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ വിത്ത് മോളിവുഡ് ടൈംസ്. ഇനി ഹീമാൻ ഞാൻ കാണുന്നുണ്ട്. ഹീമാൻ കണ്ടിട്ട് അതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. ബൈ ബൈ.